ഹലോ മൈ ഡിയർ ഫ്രണ്ട്, ഹാവ് യു നൈസ് ഡേ. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു പുതിയ സാമ്പത്തിക ആശയത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. 2015 പ്രവർത്തനം ആരംഭിച്ച പേൾവെൽ ഇൻ്റർനാഷണൽ ഇന്ന് 2026 എത്തി നിൽക്കുകയാണ്. 10 വർഷം. 5 വർഷമായി ഈ പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കുകയും കേരളത്തിൽ വളരെ നല്ല രീതിയിൽ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് ഷാജി കണ്ണൂർ. ലോകത്തിൽ ഏറ്റവും വലിയ ഡിജിറ്റൽ അസറ്റായ ബിറ്റ്കോയിൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് ഞാൻ പറയുന്ന പ്രോഗ്രാം. PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ പ്രോഗ്രാം നമുക്കൊരു ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റത്തിലൂടെ പ്രാവർത്തികമാക്കാൻ കഴിയുന്നത്. ഇതിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 പ്രോസസ്സാണ് സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ്. ഇൻ്റർനെറ്റിന് ശേഷം ലോകത്തെ മാറ്റിമറിക്കുന്ന ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ആ ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു മേഖല പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ചായ ബിനാൻസിൻ്റെ BUP20 ബ്ലോക്ക് ചെയിനിലാണ് ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ തിയറി എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ബിസിനസ്സിനെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും സപ്ലൈ കുറയുന്ന ഏത് പ്രൊഡക്റ്റിനും ഡിമാൻഡ് കൂടും എന്ന് നമുക്കറിയാം. 800 കോടി ജനങ്ങളുള്ള ഈ ലോകത്തിൽ PVC മെറ്റ എന്ന് പറയുന്ന മൾട്ടിപർപ്പസ് ടോക്കണിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് വെറും 1.5 കോടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന മൂല്യമുള്ളതായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം. ക്രിപ്റ്റോ കറൻസിയും ക്രിപ്റ്റോ കറൻസി ടോക്കണും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു അസറ്റാണെങ്കിൽ ടോക്കൺ എപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരു ഫിസിക്കൽ കറൻസിയുടെ പേരിലായിരിക്കും. ലോകത്തിൽ ഇന്നുവരെ കണ്ടുപിടിച്ച എല്ലാ ടോക്കണും വൺ പർപ്പസ് ആണെങ്കിൽ PVC മെറ്റ എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് ടോക്കണാണ്. അതായത് നമുക്ക് പണം ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ഡോളറാണ് PVC മെറ്റ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ടോക്കൻ്റെ പെയർ എന്ന് പറയുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ഒരു കറൻസി സമ്പാദിക്കാനുള്ള അവസരമാണ് പേൾവെൽ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ഡിജിറ്റൽ അസറ്റാണ് BTC, അതായത് ബിറ്റ്കോയിൻ. ആ ബിറ്റ്കോയിൻ പ്രവർത്തിക്കുന്നത് ട്രസ്റ്റ് വാലറ്റിലാണ്. ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 12 ഫ്രൈസ് ലഭിക്കുന്നു, പ്രൈവറ്റ് കീ. ആ കീ കയ്യിലുള്ളൊരു വ്യക്തിക്ക് മാത്രമാണ് ഈ ഡിജിറ്റൽ അസറ്റുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസികളും വാങ്ങി സൂക്ഷിക്കുന്ന ഒരു വാലറ്റാണ് ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത്. ഈ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്താണ് PVC മെറ്റ എന്ന് പറയുന്ന ഈ ഒരു ഡിജിറ്റൽ പ്രോഗ്രാം നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിശ്വാസ്യത എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തിൽ 2 തരത്തിലാണ് പ്രൊജക്റ്റുകൾ പ്രവർത്തിക്കുന്നത്. ഒന്ന് സെൻട്രലൈസ്ഡ്, മറ്റൊന്ന് ഡീസെൻട്രലൈസ്ഡ്. സെൻട്രലൈസ്ഡ് പ്രോഗ്രാം എപ്പോഴും ഒരു വ്യക്തിയോ അതോറിറ്റിയോ നിയന്ത്രിക്കുമ്പോൾ ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം 2 വ്യക്തികൾ മാത്രം നിയന്ത്രിക്കുന്നു. അതായത് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ് ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തിക്കുന്നു. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ലെഡ്ജറാണ്. ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ആയിരക്കണക്കിന് ബ്ലോക്കുകൾ രേഖപ്പെടുത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും പിന്നെ ഒരിക്കലും റീസെറ്റ് ചെയ്യാൻ കഴിയാത്ത വിധം രേഖപ്പെടുത്തും. പക്ഷേ സെൻട്രലൈസ്ഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഏത് സമയത്തും തിരുത്തൽ വരുത്താൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് പ്രോഗ്രാമിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ പ്രൊജക്റ്റ് പരാജയപ്പെടും. ഇനിയും സെൻട്രലൈസ്ഡ് പ്രൊജക്റ്റുകൾക്ക് അങ്ങനെ ഒരു പോരായ്മ നിലനിൽക്കും. അവിടെയാണ് ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. PVC മെറ്റ എന്ന് പറയുന്ന ഈ ഒരു ഡിജിറ്റൽ ബാങ്കിങ് പ്രോഗ്രാം ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ വാലറ്റുകളിലും സെൻട്രലൈസ്ഡ് വാലറ്റും ഡീസെൻട്രലൈസ്ഡ് വാലറ്റും ഉണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് പലപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടമായ കഥകൾ കേൾക്കാം. അവിടെ ഒരേ ഒരു കാരണം മാത്രമാണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സെൻട്രലൈസ്ഡ് വാലറ്റിൽ ആയിരിക്കും. സെൻട്രലൈസ്ഡ് വാലറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഐഫോണിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിലോ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന 12 പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്.
അതാണ് ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ സെൻട്രലൈസ്ഡ് വാലറ്റ് എന്ന് പറയുന്നത് ഇതേ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത കമ്പനിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ നിങ്ങൾക്ക് നൽകുന്ന വാലറ്റിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അത്തരം വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും കൊടുത്തു കാണും. നിങ്ങളത് ഓർമ്മിച്ച് നോക്കുക. ഇവിടെ പക്ഷേ ഫോൺ നമ്പറോ മെയിൽ ഐ ഡിയോ കൊടുക്കാതെ നിങ്ങളുടെ സ്വന്തം ഫോണിലാണ് ഈ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റായ ബിറ്റ് കോയിൻ നിലനിൽക്കുന്നതും ആ ബിറ്റ് കോയിൻ കയ്യിലുള്ള ആളുകൾ ഇന്ന് കോടീശ്വരന്മാർ ആയതും. ഓക്കെ, ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട 2 പ്രോസസ്സാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു: സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ്. ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ഡിജിറ്റൽ അസറ്റുകളും വാങ്ങി സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ്. ആ വാലറ്റിൽ നമ്മുടെ 2 ഡൊമൈനുകൾ, അതായത് staking.io, farming.io, ഈ 2 ഡൊമൈനുകളാണ് കണക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് സ്റ്റേക്കിംഗ് അഥവാ സീഡ് ഫണ്ടിംഗ് എന്ന് പറയും. പേൾവെൻ അവതരിപ്പിക്കുന്ന 6 പ്രൊജക്റ്റിൻ്റെ പാർട്ണർഷിപ്പിലേക്ക് എത്താനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 1 ഡിജിറ്റൽ കറൻസി പ്രോഗ്രാം, 2 PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ പ്രോഗ്രാം, 3 സോഷ്യൽ മീഡിയ, 4 മൊബൈൽ നെറ്റ്വർക്ക്, 1 വേൾഡ് 1 സിംഗ്, 5 ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, 6 ഇ-കൊമേഴ്സ് ബങ്കി. ഇങ്ങനെ $6 മില്യൺ പ്രൊജക്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നടക്കുന്ന പ്രോസസ്സാണ് സീഡ് ഫണ്ടിംഗ് എന്ന് പറയുന്നത്. എന്താണ് സീഡ് ഫണ്ടിംഗ് എന്ന് നമുക്ക് നോക്കാം. ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ 5000 PVC മെറ്റ സ്റ്റേക്ക് ചെയ്യണം. നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു PVC മെറ്റയുടെ വില എന്ന് പറയുന്നത് 4 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 5000 PVC മെറ്റയുടെ വില എന്ന് പറയുന്നത് 20,000 രൂപ. അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റിൽ നമ്മുടെ ഡൊമൈൻ കണക്റ്റ് ചെയ്യുമ്പോൾ ആ ട്രസ്റ്റ് വാലറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് 100 PVC മെറ്റ ഹോൾഡ് ചെയ്യണം. അത് സ്റ്റേക്കിങ്ങിലേക്ക് പോകില്ല, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവില്ല. അതിന് 400 രൂപ, അതുപോലെ തന്നെ 600 രൂപയുടെ BNB, അതായത് നമുക്കിതിൻ്റെ ഗ്യാസ് ഫീസ് നൽകുന്നതിന് വേണ്ടി വരും. അങ്ങനെ 21,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സായ സീഡ് ഫണ്ടിങ് ചെയ്യാം. സീഡ് ഫണ്ടിങ് എന്ന പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു എഗ്രിമെൻറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. 1000 ദിവസം. ഈ സിസ്റ്റത്തിൽ 1000 ദിവസമാണ് എഗ്രിമെൻറ്റ്. നിങ്ങൾ 5000 PVC മെറ്റ 1000 ദിവസത്തേക്ക് ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുകയാണ്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. 1000 ദിവസം നിങ്ങളുടെ 5000 PVC മെറ്റ എന്ന് പറയുന്ന ഡിജിറ്റൽ അസറ്റ് ബ്ലോക്ക് ചെയിൻ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇവിടെ നമുക്ക് 0.20 ഡെയിലി ലഭിക്കുന്നു. അങ്ങനെ 1000 ദിവസം കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എഗ്രിമെൻറ്റ് കാലാവധി പൂർത്തിയാകുമ്പോൾ 5000 PVC മെറ്റ നിങ്ങൾക്ക് 10,000 PVC മെറ്റയായിട്ട് തിരിച്ച് ലഭിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് 4 രൂപ കൊടുത്ത് നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത PVC മെറ്റ 1000 ദിവസം കൊണ്ട് 10,000 ആയി തിരിച്ചു കിട്ടുമ്പോൾ അന്ന് 100 രൂപയായാൽ പോലും ഇതിൻ്റെ വില എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയായിരിക്കും. 1000 രൂപയായി കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 കോടി രൂപയായിരിക്കും. സീഡ് ഫണ്ടിങ്ങിന് ശേഷം രണ്ടാമത്തെ പ്രോസസ്സിനെയാണ് ടോക്കൺ ഫാമിംഗ് എന്ന് പറയുക. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള USDT ആണ് ടോക്കൺ ഫാമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം PVC മെറ്റയുടെ പെയർ എന്ന് പറയുന്നത് USDT ആണ്, അതായത് ഡോളർ. ഇവിടെ നമുക്കറിയാം ഫിസിക്കൽ കറൻസി കൈമാറ്റം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന മീഡിയേറ്റർ മാത്രമാണ് നമ്മുടെ ഫിസിക്കൽ ബാങ്കുകൾ. അതുപോലെ 800 കോടി ജനങ്ങളുള്ള ലോകത്തിൽ ക്രിപ്റ്റോ കറൻസി ഡിജിറ്റൽ അസറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു മീഡിയേറ്ററാണ് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. നമ്മളിന്ന് കാണുന്ന ഫിസിക്കൽ ബാങ്കിങ്ങിൽ FD എന്ന് പറയുന്ന പ്രോസസ്സ് 7 വർഷത്തേക്ക് ഒരു വ്യക്തി ബാങ്കുമായി ഏർപ്പെടുന്ന ഒരു എഗ്രിമെൻ്റാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം 7 വർഷം കൊണ്ട് തിരിച്ചു ലഭിക്കുന്നു. അതുപോലെ ഒരു പ്രോസസ്സാണ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്ചേഞ്ചിലാണ് നിങ്ങൾ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത്, സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ്. ഇവിടെ നിങ്ങളുടെ ഡിജിറ്റൽ അസറ്റ് എക്സ്ചേഞ്ചിന് 1000 ദിവസത്തേക്ക് നിങ്ങൾ നൽകുകയാണ്. അവിടെ എക്സ്ചേഞ്ചുകൾ നിങ്ങളുടെ ഡിജിറ്റൽ അസറ്റ്
ട്രേഡിങ്ങിനും അതുപോലുള്ള മറ്റ് പർപ്പസുകൾക്കുമായി നൽകുമ്പോൾ ആ എക്സ്ചേഞ്ചിന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് നിങ്ങൾക്ക് സിസ്റ്റം റിവാർഡുകൾ നൽകുന്നത്. ഇവിടെ 0.20 1000 ദിവസം കൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നേരെ ഇരട്ടിയായി ലഭിക്കുന്നു. സാധാരണ ബാങ്കിങ്ങിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന കാലപരിധിയേക്കാൾ 50% നേരത്തെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പണം തിരികെ ലഭിക്കുന്നു. നമുക്കിവിടെ 100 USDT മുതലാണ് നമ്മുടെ ടോക്കൺ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഫാമിംഗ് USDT ആണ്, അതിന് മൂല്യം കുറച്ച് കൂടുതലാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്കിവിടെ 100 USDT എന്ന് പറയുന്നത് 13,000 രൂപയാണ്. 100 USDT 200 USDT 300 USDT അങ്ങനെ നമുക്ക് ഇവിടെ 1000 ദിവസത്തേക്ക് നമ്മുടെ അസറ്റുകൾ ഫാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നേരെ ഇരട്ടി 33 മാസം കൊണ്ട് തിരികെ ലഭിക്കുന്നു. അതായത് 500 USDT നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 1000 USDT. INR-ൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 13,000 രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം. 26 രൂപ നമുക്ക് ഡെയിലി ലഭിക്കുന്നു. 1000 ദിവസം കൊണ്ട് 26,000 രൂപയായിട്ട് അത് തിരികെ ലഭിക്കുന്നു. ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 0.20 എന്ന് പറയുന്നത് ഡെയിലി 1000 രൂപയായിരിക്കും. അദ്ദേഹത്തിന് 30,000 രൂപ മന്ത്ലി ലഭിക്കുന്നു. 1000 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയായി അദ്ദേഹത്തിന് തിരികെ ലഭിക്കുന്നു. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഡെയിലി 2,000 രൂപയാണ് ലഭിക്കുന്നത്. 60,000 രൂപ ഒരു മാസം അദ്ദേഹത്തിന് ലഭിക്കുന്നു. 1000 ദിവസം കൊണ്ട് 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപയായിട്ട് അദ്ദേഹത്തിന് റിട്ടേൺ ലഭിക്കുന്നു. ഇവിടെ ഒരു വ്യക്തിക്ക് 2 തരത്തിൽ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കാണാം. ഒന്ന് റെഫറൽ മാർക്കറ്റിംഗ്, ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻവെസ്റ്ററെ സംബന്ധിച്ച് കോമ്പൗണ്ടിങ് ചെയ്യാനുള്ള അവസരം കൂടി ഇൻവെസ്റ്റർക്ക് ലഭിക്കുകയാണ്. റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ടൂളാണ്, ഏറ്റവും ശക്തമായ ടൂളാണ്. ഇവിടെ ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ റെഫറൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യിച്ചാൽ അദ്ദേഹം വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ 20% റെഫറൽ കമ്മീഷൻ നമുക്ക് 190 ദിവസം ലഭിക്കുന്നു. ഉദാഹരണമായിട്ട് 5 ലക്ഷം രൂപ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം വാങ്ങിക്കുന്ന ഒരു മാസത്തെ വരുമാനം, അതായത് ഡെയിലി 1000 രൂപ ഇൻറ്റു 30 ദിവസം 30,000 രൂപയുടെ 20% റെഫറൽ കമ്മീഷൻ 6,000 രൂപ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു. മാക്സിമം നമുക്ക് 20 പേരെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. ഓക്കെ, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് മറ്റെവിടെയും ലഭിക്കാത്ത രീതിയിൽ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ കോമ്പൗണ്ടിങ് അദ്ദേഹത്തിന് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം വർദ്ധിപ്പിക്കാം. ഉദാഹരണമായിട്ട് 10 ലക്ഷം രൂപ മാസത്തിൽ ഒരു തവണ കോമ്പൗണ്ട് ചെയ്താൽ പോലും അത് 64 ലക്ഷം രൂപയായിട്ട് വളരും. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു മാസം 4 തവണ കോമ്പൗണ്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏകദേശം നമുക്ക് നമ്മുടെ 10 ലക്ഷം രൂപ 1 കോടി രൂപയായി വളർത്താനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരു ഇൻവെസ്റ്റർക്ക് ലഭിക്കുന്നു. അത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അവസരമാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സാമ്പത്തിക അവസ്ഥ എത്ര മോശം സ്ഥിതിയിലാണെങ്കിലും നിങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും. 5 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ഒട്ടനവധി ആളുകളെ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടൊരു തരംഗമായിട്ട് വേൾഡ് ഇൻ്റർനാഷണൽ പ്രവർത്തിച്ചു വരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ആരാണ് ഷെയർ ചെയ്തു തരുന്നത്? നിങ്ങൾ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുക. നിർഭാഗ്യവശാൽ നമ്മളൊക്കെയും ഒരുപാട് കടങ്ങളോടെയാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ ഇനി വരുന്ന നമ്മുടെ തലമുറക്ക് കടങ്ങൾ നൽകാതെ നമുക്ക് കടന്നു പോകാം.